രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ നടപടികളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ പോലും രേഖാമൂലം പരാതി തരാത്ത പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത രീതിയിൽ ഇതിനേക്കാളും ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പോലും മറ്റൊരു പാർട്ടിയും അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പോലും കർശനമായ നടപടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിതി കുറേ കൂടി മോശമായി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തുടർന്ന് വന്നിട്ടുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യൻ നാഷണൽ തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി, കോൺഗ്രസിനകത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിച്ച ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ളത്, സമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ, വച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും ശക്തവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ വൈകരുത്, പാർട്ടി നേതൃത്വം വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഇതേക്കുറിച്ച് ഇന്ന് KPCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായും സംസാരിച്ചിരുന്നു. നടപടി വൈകുന്നു എന്നുള്ളൊരു വിമർശനം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇനി വൈകരുത്, ഇനി വൈകാതിരിക്കുകയാണ് നല്ലത്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പുറന്തള്ളുകയാണ് അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമസഭാ അംഗത്വം ഇനി തുടരുന്നതിനും അർത്ഥമില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് നിയമസഭാ അംഗത്വം തുടരരുത്, അത് ഒഴിവാക്കണം, അതിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം പോകുന്നതായിരിക്കും ഉചിതം. പാർട്ടി ആ നിർദ്ദേശം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേവരെ കോൺഗ്രസ് പാർട്ടി മറ്റ് പാർട്ടികൾക്ക് മാതൃകയായി പ്രവർത്തിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉയർന്നു വന്നു. CPMുമായി ബന്ധപ്പെട്ട, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ബോർഡ് പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ 2 പേര് ഇപ്പോൾ ജയിലിലാണ്, ജയിലിൽ തുടരുകയാണ്. അവരുടെ പങ്ക് വളരെ കൃത്യമായി ആർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്ര കൃത്യമായി സ്വർണ്ണക്കൊള്ള നടത്തിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട 2 മുൻ പ്രസിഡന്റുമാരെ ഇതേവരെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല, ഇതേവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ എന്നോ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടതായിരുന്നു, എന്നോ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും അവർ അറസ്റ്റ് ചെയ്തു, അവരുടെ പേരിലുള്ള കുറ്റം പ്രാഥമികമായി തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ, അവർ റിമാൻഡ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതുപോലും തയ്യാറാകാതെ, അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത CPM നേതൃത്വം അവിടെ നിൽക്കുമ്പോഴാണ്, അവരുടെ ഭാഗത്തുനിന്നുള്ള ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിച്ച കൃത്യമായ നിലപാട്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ MLAക്കെതിരെ ആക്ഷേപം ഉയർന്നു വന്നു. പ്രാഥമികമായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ അതിനേക്കാളും ഗുരുതരമായൊരു സാഹചര്യം വന്നിരിക്കുന്നു. പാർട്ടി നേതൃത്വം നടപടി സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അത് വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.